ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ്. അതിൻ്റെ പേര് ചുറോസ്. എങ്ങനെയുണ്ട്? ഹായ് ഹലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഡെസേർട്ടാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ജർമ്മനിയിലെ ന്യൂറംബർഗിലാണ്. അവിടെ ക്രിസ്മസ് മാർക്കറ്റുകളിൽ, ഫോക്സ് ഫെസ്റ്റുകളിലൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു സാധനമാണ് ഇത്. അതിൻ്റെ പേര് ചുറോസ്. എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നമ്മുടെ നാട്ടിൽ ഇത് കേട്ടിട്ടുണ്ട് ഞാൻ, ചുറോസ് എന്നുള്ളത്. പക്ഷെ ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇവിടെ ഒന്ന് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അങ്ങനെ ഞാൻ പല വീഡിയോസൊക്കെ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. വെൽക്കം ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ഇതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെള്ളവും ബട്ടറും കുറച്ച് ഉപ്പും കുറച്ച് ഷുഗറും കൂടി ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് മൈദ മിക്സ് ചെയ്യലാണ് നമ്മൾ ചെയ്യണത്. അപ്പം ആദ്യം നമുക്ക് ബോയിൽ ചെയ്യാനായിട്ട് വയ്ക്കാം. അതിന് ഞാൻ 240 ml ഒരു കപ്പ് വെള്ളം, അതുപോലെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, അതുപോലെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതിന് നമുക്ക് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ നമുക്ക് ഈ ബോയിൽ ചെയ്യാൻ വെച്ചത് ആയിട്ടുണ്ട്. ഇതൊന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചേക്കണ മൈദ 120 ഗ്രാമാണ് ഞാൻ എടുത്തേക്കണം. 1 കപ്പ് മൈദ. ആ 1 കപ്പ് മൈദ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സ്പീഡിൽ ഇളക്കാം. അപ്പം ഞാനിത് ബോയിൽ ചെയ്ത് നല്ലോണം മിക്സ് ചെയ്ത് ഇതേ പരുവത്തിലാവണം. ഇത് കണ്ടോ, ഇത് നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റാണ്. ഈ ഇത് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, ഇതുപോലെ ആവണം. 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്യാം. മുട്ടയും വാനില എസൻസും കൂടിയും ചേർത്ത് ഒന്നുകൂടെ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിവിടെ ചുറോസ് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ലൈവായിട്ടാണ് ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് കിട്ടണത് കാണുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാവ് ഒരു മെഷീൻ്റെ അകത്തേക്ക് വെക്കും. അതവർ കൈ വെച്ച് ആ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ മാവ് പിഴിഞ്ഞ് ആ ഫ്രൈയിങ് പാൻ ഉണ്ട് അതിലേക്ക് വന്ന് വീഴും. അപ്പം നീളത്തിലൊരു സ്റ്റിക്ക് പോലെയാണ് അത് ഇരിക്കുന്നത്. ആ ചുറോസ് കാണാനായിട്ട് പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. അത് ആ ചോക്ലേറ്റ് സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അതെ, ചോക്ലേറ്റൊക്കെ എടുത്ത ഒരാൾ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒരു മുട്ടയും വാനിലയും കൂടിയും ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് വീണ്ടും കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവം പോലെ ആക്കിയെടുക്കുക. ആ നേരത്ത് ഞാൻ പാനിൽ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. തീ കൂട്ടി വെച്ചാൽ സാധനം അതിനകത്തേക്ക് ഇടുന്നു കരിഞ്ഞു പോകും. അതുകൊണ്ട് അത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഇവിടുത്തെ കടകളിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെഷീനിലേക്ക് ഇട്ടിട്ടാണ് ഈ മാവ് അവർ പിഴിഞ്ഞ് ആ പാനിലേക്ക് ഇടണത്. നമ്മുടെ കയ്യിൽ മെഷീനും ഇല്ല, എൻ്റെ കയ്യിൽ ഇടിയപ്പത്തിൻ്റെ സേവനാഴിയും ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ മാവ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ഡയറക്റ്റ് ഓയിലിലേക്ക് പ്രസ് ചെയ്ത് വിടാൻ പോവാണ്. കാണിച്ചു തരാം. നമ്മൾ ചെയ്ത ആ മാവ് ഞാൻ ഇതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. അത് ഞാൻ ഈ ഓയിലിലേക്ക് ഇനി ഇടാൻ പോവാണ്. ഇതാണ് ആ പൈപ്പിംഗ് ബാഗ് കേട്ടോ. നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറിയൊരു വളവും തിരിവൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് സാരമില്ല എന്ന് വെക്കാം. ഓക്കെ, ഇത് വറുത്തെടുത്തിട്ട് ബാക്കി നമുക്ക് നോക്കാം.
ഇതിൻ്റെ കൂടെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്ന ചോക്ലേറ്റ് സോസാണ്. ഇവിടെ കുഞ്ചുവിന് ഇഷ്ടം വൈറ്റ് ചോക്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കുന്നത്. അല്ലാണ്ട് ന്യൂട്ടല്ല വെച്ച് കഴിക്കാം. അതുപോലെ ഇവിടുത്തെ ഒരു മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഷുഗറും സിനമൺ പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് അതിനകത്ത് കോട്ട് ചെയ്തെടുക്കലാണ് ഇവിടുത്തെ വേറൊരു രീതി എന്ന് പറയുന്നത്. ഇവിടെ കുഞ്ചുവിന് പക്ഷേ ഇഷ്ടം വൈറ്റ് സോസ് ഡിപ്പ് ചെയ്യലാണ്. അപ്പം ഞാൻ അത് ചെയ്യാമെന്നാണ് വിചാരിക്കണത് കേട്ടോ. പതിയെ ഇതിൻ്റെ കളറ് മാറി തുടങ്ങും. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോൾ നമുക്ക് എടുക്കാം. തീ വളരെ കുറച്ച് വെക്കണം, കാരണം ഇത് പെട്ടെന്ന് അങ്ങനെ കരിഞ്ഞു പോണ പോലെ വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറും. ഇതിൻ്റെ കളറ് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. തീ ഒരു ശകലം ഞാൻ ഇപ്പം ഒന്ന് കൂട്ടിയെന്ന് വെച്ചാൽ ഞാൻ വല്ലാണ്ട് കുറച്ചായിരുന്നു വെച്ചിരുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം നമുക്കിത്. ഇത് ഏറ്റവും ഇഷ്ടമുള്ള ആള് എൻ്റെ മൂത്ത ആളാണ് കുഞ്ചു. അവൾക്ക് വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ അച്ഛേ ചുറോസ് വാങ്ങിക്കാറുള്ളൊരു പല്ലവിയാണ് എപ്പോഴും. മധുന് ചുറോസ് ഇഷ്ടാണോ? ചുറോസ് ഇഷ്ടാണോ? ഏതാ ചുറോസ്? അപ്പൊ നമ്മൾ അടുത്തത് ചെയ്യാൻ പോണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗറും സിനമൺ പൗഡറാണ് ഇവരുടെ ഒരു മെയിൻ. അപ്പൊ ഞാനത് ഷുഗറും സിനമൺ പൗഡറായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതേ ഒരു ചുറോസ് ഇടുക. ദേ ഇങ്ങനെ അങ്ങോട്ട് കറക്കിയെടുക്കുക. ഇനി നമുക്ക് പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരേൻ്റെ മീതെ ഇങ്ങനെ തൂകുക. അങ്ങനെ കുറച്ച് ചുറോസ് നമുക്ക് ഇതിൻ്റെ അകത്ത് റെഡിയാക്കി വെക്കാം. എന്നിട്ട് നമുക്ക് മൂത്താളെ വിളിക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ ചുറോസ് റെഡി ആയിട്ടുണ്ട്. ഇത് റെഡിയായി എന്ന് അറിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ പ്രത്യക്ഷപ്പെടും. പോരെ പോരെ എങ്ങനെയുണ്ട്? ഞാനൊന്ന് കഴിച്ചോക്കിട്ട് പറയാം കേട്ടോ. തരാം തരാം തരാം. നമ്മുടെ ചെറുമസിക്ക് പറയാ മോളെ